കണ്ണൂർ എല്ലായിടങ്ങളിലും കാര്യമായ പോളിംഗ് നടക്കുന്നുവെന്നാണ് തുടക്കത്തിലെ 2 മണിക്കൂറുകൾ നമുക്ക് ലഭ്യമായിരുന്ന വിവരവും കാഴ്ചയും. അതങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? മുഖ്യമന്ത്രി അടക്കം പ്രമുഖർ വോട്ട് ചെയ്തു, പ്രതികരണങ്ങൾ നടത്തി. കൂടുതൽ പ്രമുഖർ വോട്ട് ചെയ്യാൻ എത്തുമോ? പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? വിവരങ്ങൾ. സൈഫുദ്ദീൻ, ഇപ്പോൾ 10 മണിക്ക് വന്ന ഒരു പോളിംഗ് ശതമാനം 16.45%. അതായത് നല്ല രൂപത്തിൽ തന്നെ കണ്ണൂരിൽ പോളിംഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇത് ഗ്രാമ നഗര വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇത്തരത്തിൽ പോളിംഗ് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുവരെ നിലവിൽ 1,76,030 സ്ത്രീകൾ വോട്ട് ചെയ്തു കഴിഞ്ഞു. 15.67 ഈ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം. അതുപോലെ തന്നെ പുരുഷന്മാർ 17.35% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നഗരസഭകൾ നോക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ 17.21, കൂത്തുപറമ്പിൽ 18.53, പയ്യന്നൂരിൽ 16.53, തലശ്ശേരി 14.6, ശ്രീകണ്ഠാപുരത്ത് 17.56, പാനൂരിൽ 12.25, ആന്തൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെ 22.7% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ 13.46% പേരാണ് 10 മണിവരെയുള്ള സമയപ്രകാരം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള എടക്കടവ് എന്ന് പറയുന്ന ബൂത്തിലാണ് വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബം ഒപ്പം ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹം പായം പഞ്ചായത്തിൽ ആണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. CPM നേതാവായിട്ടുള്ള EP ജയരാജൻ രാവിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന ആലിങ്കീഴ് എന്ന് പറയുന്ന ഡിവിഷനിലാണ്. ഇവിടെയാണ് KPCC മുൻ പ്രസിഡന്റായിട്ടുള്ള K സുധാകരന്റെ വോട്ട്. അദ്ദേഹം അല്പസമയങ്ങൾക്കകം ഇവിടെ എത്തും. ഇവിടെയും നമുക്ക് കാണാം ഒരു അംഗനവാടി കെട്ടിടമാണ്. അവിടെ വലിയ തരത്തിലുള്ള ക്യൂ തന്നെയുണ്ട്. പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അങ്ങിങ്ങ് ചില അനിഷ്ട സംഭവങ്ങൾ ചില മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിയാരം പഞ്ചായത്തിൽ ഒരു UDF സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. ബൂത്തിനകത്ത് വെച്ചായിരുന്നു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അതിനപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ രാവിലെ വോട്ട് തുടങ്ങിയ ഘട്ടത്തിൽ പോളിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചത് കുറച്ചുനേരം പല മേഖലകളിലും വോട്ട് തുടങ്ങുന്നതിന് കാലതാമസമുണ്ടായി എന്നുള്ളതും റിപ്പോർട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ഈ പറയുന്ന 1025 ബൂത്തുകളാണ് സെൻസിറ്റീവ് ബൂത്തുകളായി കണക്കാക്കിയിരിക്കുന്നത്. അവിടെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ സുരക്ഷ ശക്തമാണ്.